ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിർണായകമായ വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ദേശീയ പദവികൾ ഉപേക്ഷിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന വാർത്തകൾ സജീവമായ ചർച്ചയ്ക്ക് തിരികൊളുത്തിയിരിക്കുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡിലെ ഏറ്റവും ശക്തരായ നേതാക്കളിൽ ഒരാളായ KC വേണുഗോപാലിന്റെ ഈ നീക്കം കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റിയെഴുതാൻ കഴിവുള്ളതാണ്. ഇത് കേവലം ഒരു സ്ഥാനമാറ്റം എന്നതിലുപരി കേരളത്തിൽ UDF-നെ അധികാരത്തിലെത്തിക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തന്ത്രപരമായ നീക്കമായും വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി മോഹങ്ങളുടെ പ്രാരംഭഘട്ടമായും വിലയിരുത്തപ്പെടുന്നുണ്ട്. KC വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിൽ നിന്നും കേരളത്തിലേക്ക് ശ്രദ്ധ മാറ്റുന്നുവെന്നത് ഒരു ഔപചാരികമായ പ്രഖ്യാപനത്തിനപ്പുറം സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് സുശക്തരായ നിരവധി നേതാക്കൾ ഉണ്ടെങ്കിൽ പോലും ഒരു ദേശീയ നേതൃത്വത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ വേണുഗോപാലിന് ലഭിക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ്. കോൺഗ്രസ് അകത്തളങ്ങളിലെ സംസാരമനുസരിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ സജീവമായി പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാന കോൺഗ്രസ് ഘടകത്തിലെ പുനഃസംഘടനകളിൽ KC വേണുഗോപാൽ പക്ഷം വലിയ സ്വാധീനം ചെലുത്തിയത് ഈ ലക്ഷ്യത്തിലേക്കുള്ള വ്യക്തമായ സൂചനകളാണ്. സംഘടനാപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഹൈക്കമാൻഡ് വലിയ വില കൽപ്പിച്ചിരുന്നു. കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ തന്റെ സ്വാധീനം ഉറപ്പിക്കാൻ ഈ നീക്കങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. ഒരു ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്നും മാറുന്നത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹത്തിന് അവസരം നൽകും. കേരളത്തിൽ സംഘടനയെ ശക്തിപ്പെടുത്താനും ഗ്രൂപ്പ് വഴക്കുകൾ ലഘൂകരിക്കാനും കഴിവുള്ള ഒരു നേതാവ് മുന്നിൽ നിന്ന് നയിക്കേണ്ടത് ഈ ഘട്ടത്തിൽ അനിവാര്യമാണ്. പാർട്ടിയുടെ ആഭ്യന്തര കലഹങ്ങൾ പലപ്പോഴും തിരഞ്ഞെടുപ്പ് വിജയത്തിന് തടസ്സമാകാറുണ്ട്. വേണുഗോപാലിന്റെ വരവ് ഈ പ്രശ്നങ്ങളെ പരിഹരിച്ച് പാർട്ടിക്കൊരു ഏകീകൃത മുഖം നൽകാൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ ഒരു വലിയ അഴിച്ചുപണി നടക്കാനുള്ള സാധ്യതയാണ് KC വേണുഗോപാലിന്റെ സ്ഥാനചലനത്തിന് പിന്നിലെ മറ്റൊരു സുപ്രധാന കാരണം. നവംബർ 14-ന് പുറത്തുവരുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിന് ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും അടക്കമുള്ള ദേശീയ നേതാക്കളാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത്. മഹാസഖ്യം ബീഹാറിൽ പരാജയപ്പെടുകയാണെങ്കിൽ അത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കനത്ത ക്ഷീണമുണ്ടാക്കും. പ്രത്യേകിച്ചും തുടർച്ചയായ തിരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടിക്കുള്ളിൽ നേതൃത്വത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് ഈ ഫലം ശക്തി നൽകും. ഈ സാഹചര്യത്തിൽ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്നവരിൽ KC വേണുഗോപാലും ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ സ്വന്തം സംസ്ഥാനത്തേക്ക് മടങ്ങാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ഒരു പ്രതിരോധ നീക്കമെന്ന നിലയിലും വിലയിരുത്തപ്പെടുന്നുണ്ട്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആസ്ഥാനത്ത് ഊർജിതമായ ചർച്ചകളാണ് നടക്കുന്നത്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. KC വേണുഗോപാൽ ദേശീയ ജനറൽ സെക്രട്ടറി പദവി ഒഴിഞ്ഞാൽ ആ സുപ്രധാന സ്ഥാനം ഏറ്റെടുക്കാൻ സാധ്യതയുള്ള നേതാവായി ഉയർന്നു വരുന്നത് രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ആണ്. സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന പദവി കോൺഗ്രസിൽ അതീവ പ്രാധാന്യമുള്ളതാണ്. പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, സംഘടനാ കാര്യങ്ങൾ, തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്നിവ ഏകോപിപ്പിക്കുന്നത് ഈ സ്ഥാനമാണ്. അശോക് ഗെഹ്ലോട്ട് ദേശീയ നേതൃനിരയിലേക്ക് ശക്തമായി മടങ്ങിയെത്തുമെന്ന റിപ്പോർട്ടുകൾ ഈ സാധ്യതയ്ക്ക് ബലം നൽകുന്നുമുണ്ട്. ബീഹാറിൽ സഖ്യ ചർച്ചകൾ വഴിമുട്ടിയപ്പോൾ പ്രശ്നപരിഹാരകനായി ഗെഹ്ലോട്ട് എത്തിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബുദ്ധിയും പാർട്ടിക്കുള്ളിലെ സ്വീകാര്യതയും വിളിച്ചോതുന്നുണ്ട്. ഒരു ക്രൈസിസ് മാനേജർ എന്ന നിലയിൽ അദ്ദേഹം തെളിയിച്ച കഴിവ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് അദ്ദേഹത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു. വേണുഗോപാൽ ഒഴിഞ്ഞാൽ സംഘടനാപരമായും പരിചയസമ്പത്തും ഹൈക്കമാൻഡുമായുള്ള അടുത്ത ബന്ധവും ഗെഹ്ലോട്ടിന് അനുകൂലമാകും. ഇതുകൂടാതെ കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി CK ശിവകുമാറും തമ്മിലുള്ള നേതൃത്വ തർക്കം പോലുള്ള ആഭ്യന്തര വെല്ലുവിളികളും കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിടുന്നുണ്ട്. ഈ പ്രതിസന്ധികൾക്കിടയിൽ ഒരു ശക്തമായ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ആവശ്യം പാർട്ടിക്കുണ്ട്. KC വേണുഗോപാലിന്റെ ദേശീയ പദവിയിൽ നിന്നുള്ള സ്ഥാനമാറ്റം എന്നത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെയും ദേശീയ തലത്തിലെ കോൺഗ്രസിന്റെ ഭാവി സംഘടനാ സംവിധാനത്തെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒരു സുപ്രധാന നീക്കമാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി പദവി ലക്ഷ്യമിട്ടുള്ള ഒരു ശക്തനായ നേതാവിന്റെ വരവ് UDF-ന് പുതിയ ഊർജ്ജം നൽകും. അതേസമയം ബീഹാർ ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡിലെ പുനഃസംഘടന പാർട്ടിക്ക് പുതിയ ദിശാബോധം നൽകാനും അശോക് ഗെഹ്ലോട്ടിനെ പോലുള്ള പരിചയസമ്പന്നരെ ദേശീയ തലത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്താനും സാധ്യതയുണ്ട്. ഈ മാറ്റങ്ങളെല്ലാം വരുന്ന മാസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല.